ടു സ്റ്റുഡന്റ് ഇന്ന് നമ്മുടെ മാത്സിന് തേർഡ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകണം. നമ്മൾ നെക്സ്റ്റ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് മാത്സ് എക്സാം ആണ്. സോ കെമിസ്ട്രി എക്സാമും ഫിസിക്സ് എക്സാമും കഴിഞ്ഞു. സോ മാത്സിലേക്ക് മാത്രം ഇനി ഫോക്കസ് ചെയ്യുക. രണ്ടും ഈസി ആയിരുന്നു. അപ്പൊ പിന്നെ മാത്സ് മാത്രമല്ലേ ഉള്ളൂ, ഇനി കുറച്ച് ഉറങ്ങിയൊക്കെ എണീറ്റ് മെല്ലെ പഠിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എക്സാം ഹോളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നിങ്ങൾക്ക് കിടന്നുറങ്ങാം. അത്രയും മാത്സ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ബിക്കോസ് സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് കുറച്ചധികം കഷ്ടമുള്ള ചാപ്റ്റേഴ്സ് ആണ്. പ്ലസ് വണ്ണിലെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. ഞാൻ ആദ്യം ഇവിടെ ഇമ്പോർട്ടന്റ്, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും അപ്ലോഡഡ് ആണ്. അനിയന്മാരും അനിയത്തിമാരും കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് അതൊന്ന് പോയി കാണുക. ബിക്കോസ് നമ്മുടെ മുന്നിൽ സമയമുണ്ട് അല്ലേ, ലാസ്റ്റ് മിനിറ്റ് ആയിട്ടൊന്നും അല്ലല്ലോ ആരും കാണുന്നുണ്ടാവുക. സോ ഞാനിവിടെ ആദ്യം എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ √2 ഈസ് ഇറാഷണൽ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മാത്തമാറ്റിക്കൽ റീസണിങ്, ദാറ്റ് ഈസ് മാത്തമാറ്റിക്കൽ റീസണിംഗ് നിന്ന് ചോദിക്കാവുന്ന 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണിത്. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഞാൻ √2 വരെ √7 ചെയ്യാം കേട്ടോ. √7ഉം √2ഉം ഏതാണോ ഒരു തന്നിരിക്കുന്ന, ഏത് പ്രൂവ് ചെയ്യാനാണോ തന്നിരിക്കുന്നത് അതിന് ഒരേ പ്രൊസീജിയർ ആണ്. ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സെയിം പ്രൊസീജിയർ തന്നെ നിങ്ങൾക്ക് ഏതാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ മാറ്റി കൊടുക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഉണ്ടാവും. സോ കമന്റ് ചെയ്താൽ മതി. ഗ്രൂപ്പിൽ വന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് √7 ഇസ് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ശരിയല്ലേ? നിങ്ങൾ നല്ല കുട്ടിയാണ് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണമെങ്കിൽ, ഓക്കെ, നിങ്ങൾ നല്ല കുട്ടിയാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചീത്ത കുട്ടി അല്ല നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. ശരിയല്ലേ? ശരിയാണല്ലോ. അപ്പൊ നിങ്ങൾ √7 ഇറാഷണൽ ആണ് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണമെങ്കിൽ √7 റാഷണൽ അല്ല എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. ശരിയല്ലേ? √7 റാഷണൽ അല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ഈ തന്നിരിക്കുന്ന √7നെ നമ്മൾ റാഷണൽ ആയിട്ട് അസ്യൂം ചെയ്യാം. ലെറ്റ് us assume √7 is റാഷണൽ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാം. ഒരു നമ്പർ റാഷണൽ ആണെങ്കിൽ അത് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? അപ്പൊ √7 റാഷണൽ ആണെന്ന് പറയണമെങ്കിൽ √7 is equal to a/b എന്ന ഫോർമാറ്റിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഏതൊരു റാഷണൽ നമ്പറും ഇങ്ങനെയാണ്, a/b അല്ലെങ്കിൽ p/q. ഓരോ ബുക്കിൽ അങ്ങനെയാണ്, p/q എന്ന് കാണാറുണ്ട്, a/b എന്നൊക്കെ കാണാറുണ്ട്. സോ നമ്മളിവിടെ a/b ആണ് എടുക്കുന്നത്. √7 is equal to a/b അല്ലെങ്കിൽ a/b എന്നൊരു ഫോർമാറ്റിലാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ത് ചെയ്യുക? എക്സ്പ്രസ് ചെയ്യുക. ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കണം? നമ്മൾ ഏതൊരു ഡിവിഷൻ ചെയ്യുന്ന സമയത്തും ഡിനോമിനേറ്റർ എന്താവരുത്? 0 ആവരുത്. ശരിയല്ലേ? അപ്പൊ b not is equal to 0. b ഒരിക്കലും 0 ആവരുത്. പിന്നെ വേറൊരു കണ്ടീഷൻ കൂടി ഉണ്ടല്ലോ, a and b are co-prime. ഓക്കെ, a and b are co-prime. എന്താണ് ഈ co-prime എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങളുടെ 4 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പോട് കൂടി തന്നെ ചെയ്യണം കേട്ടോ. എന്നാലേ ഫുൾ മാർക്ക് ടീച്ചർമാർക്ക് ഇട്ട് തരാൻ തോന്നുള്ളൂ, അല്ലെങ്കിൽ ടീച്ചർമാർ പിടിക്കും. മാർക്ക് പിടിച്ചിട്ടേ ഉള്ളൂ. കോപ്രൈം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഇപ്പൊ 2ഉം 3ഉം നമ്മൾ എടുക്കാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, 2നും 3നും കോമൺ ആയിട്ട് 1 അല്ലാതെ വേറെ വല്ല നമ്പർ ഉണ്ടോ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? 1 ഉണ്ട്, 1 അല്ലാതെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇതിന് നമ്മൾ എന്ത് പറയും? കോപ്രൈം എന്ന് പറയും. വേറൊരു എക്സാമ്പിൾ, കോപ്രൈം അല്ലാത്തൊരു എക്സാമ്പിൾ ഞാൻ പറയാം. 4ഉം 6ഉം എടുക്കാണ്. 4നും 6നും കോമൺ ആയിട്ട് 1ഉം ചെയ്യാൻ പറ്റും, നമ്മൾക്ക് 2ഉം ചെയ്യാൻ പറ്റില്ലേ? മനസ്സിലായോ? 2ഉം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് കോപ്രൈം അല്ല, ഇത് കോപ്രൈം ആണ്. വ്യത്യാസം മനസ്സിലായോ? രണ്ടിനും കോമൺ ആയിട്ട് 1 അല്ലാതെ വേറെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ കോപ്രൈം എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ കോപ്രൈം ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ ബിയില് നമ്മൾ ഡിവൈഡഡ് ബൈ ചെയ്തിരിക്കുന്ന ബിനെ ഈ √7 അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. അപ്പൊ എന്തായി? √7b is equal to a എന്നായില്ലേ? √7b is equal to a എന്നായി. നമ്മൾ ഇനി LHSഉം RHSഉം നമ്മൾ എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. സ്ക്വയറിംഗ് ഓൺ both the sides. നിങ്ങൾ വൃത്തിയായിട്ട് ഇതേപോലെ തന്നെ ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പൊ എക്സാമിന് പോയി കഴിഞ്ഞാൽ ആലോചിച്ച് ചെയ്തേണ്ട കാര്യമില്ല. 4 മാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ 2 ഭാഗം കൂടെ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ √7 സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? √7 ചെയ്യുമ്പോൾ നമുക്ക് എന്താവും? 7 ആവും അല്ലെ? √7 7 അല്ലേ? b ചെയ്യുമ്പോൾ b² is equal to a² എന്നായി. മനസ്സിലായോ? √7 സ്ക്വയർ ചെയ്തപ്പോൾ 7 ആയി, b² ആയി, a എന്തായി? a² ആയിട്ട് മാറി. നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താ പറയാൻ പറ്റുക? 7 divides a² എന്ന് പറയാൻ പറ്റും. 7 divides a² എന്ന് പറയാൻ പറ്റും. ശരിയല്ലേ? ഈ 7 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ചെയ്തിരിക്കുന്നത്, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡിവൈഡ് ചെയ്യുമല്ലോ. അപ്പൊ 7 എന്ത് ചെയ്യുന്നു? a² ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 7 divides a എന്ന് പറയാൻ പറ്റും. ഇതൊരു തിയറമാണ്. ഒരു നമ്പർ ഇതിന്റെ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ നമ്പറിനെയും അത് ഡിവൈഡ് ചെയ്യും. മനസ്സിലാവുന്നത്? ഒരു തിയറമാണ്. 7 divides a
ഓക്കെ, അപ്പൊ 7b² is equal to a² എന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 7 divides a² എന്നും 7 divides a എന്നും നമ്മൾ പറഞ്ഞു. ഇതുവരെ മനസ്സിലായോ? ഇതാണ് ഈ ഒരു നമ്മുടെ ഡെറിവേഷന്റെ ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. ഇനി നമ്മൾ c എന്നൊരു പുതിയൊരു നമ്പർ നമ്മൾ എടുക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് 7c is equal to b² നമ്മൾ എടുത്തു. അതായത് ഒന്നുമില്ല, നമ്മളിവിടെ 7b² is equal to a² എന്ന് എടുത്തില്ലേ? മനസ്സിലായോ? 7b² is equal to a². ഈ b² നമ്മൾ ഈ ഒരു b എന്നുള്ളൊരു പകരം നമ്മൾ c എന്നൊരു പുതിയൊരു നമ്പർ എടുത്തു. അത്രേ നമ്മൾ അസ്യൂം ചെയ്ത് എടുത്തതാണ്. സോ 7c is equal to ഈ നമ്മളിവിടെ a അല്ലേ, 7c is equal to a എന്ന് നമ്മൾ എടുത്തു. ഓക്കെ, ഈ രണ്ട് ഭാഗവും നമ്മൾ സ്ക്വയർ ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ക്വയറിംഗ് ഓൺ ബോത്ത് ദ സൈഡ്സ്. സെയിം പ്രൊസീജിയർ ആണ്, സ്ക്വയറിംഗ് ഓൺ ബോത്ത് ദ സൈഡ്സ്. അപ്പൊ എന്താവും നമ്മുടെ ഇക്വേഷനിൽ എന്താ മാറ്റം വരിക? 7ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? 49 ആവും. 49c² is equal to a² എന്നായി. ശരിയല്ലേ? 7ന്റെ സ്ക്വയർ ചെയ്തപ്പോ 49, c ന്റെ സ്ക്വയർ ചെയ്തപ്പോ c², a ന്റെ സ്ക്വയർ ചെയ്തപ്പോ a² എന്നായി. ശരിയല്ലേ? ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾക്കറിയാം, ഓൾറെഡി a² എന്നൊരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. a² is equal to എന്താണ്? 7b² അല്ലേ? a² is equal to 7b² അല്ലേ? അപ്പൊ നമ്മുടെ ഈ a² പകരം നമ്മൾ 7b² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്തായി? 49c² is equal to ഈ a² പകരം ഞാൻ ഇവിടുത്തെ ഈ a² വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 7b² ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഞാൻ ഇതും കൂടെ ക്യാൻസൽ ചെയ്യാണ്. ഈ 49ഉം 7ഉം. അപ്പൊ എന്തായി? ഇവിടെ 7 വന്നു. ശരിയല്ലേ? ഈ 7ഉം ഈ 49ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 7 അല്ലേ വരിക? അപ്പൊ ഇവിടെ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടി? 7c² is equal to b² എന്ന് കിട്ടി. ഇതുവരെ മനസ്സിലായില്ലേ? നമ്മൾക്ക് ഇതേപോലത്തെ ഒരു സാധനം ഇവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? 7 divides a² എന്ന് എഴുതി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? 7 divides b² എന്ന് എഴുതാൻ പറ്റില്ലേ? പറ്റും. which implies 7 divides b². മനസ്സിലായോ? നമ്മൾ ഇവിടെ നേരത്തെ എഴുതി അതേപോലെ തന്നെയാണ്. 7 divides b². 7 ഇതിനെ b² എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. വിച്ച് നമുക്ക് ഇന്ന് വേറൊരു സംഭവം കൂടെ നമ്മൾ എഴുതിയല്ലോ. ഇവിടെ 7 divides a എന്ന് എഴുതിയില്ലേ? അതേപോലെ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? 7 divides b. 7 divides b² which implies 7 divides b അല്ലേ? 7 divides b. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 7 എന്ന് പറഞ്ഞ നമ്പർ എയിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതേ 7 തന്നെ ബിയിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താ അസ്യൂം ചെയ്തത്? എയും ബിയും എന്താണ്? കോപ്രൈം ആണ്. 1 അല്ലാതെ വേറെ ഏത് നമ്പറും കോമൺ ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യില്ല നമ്മൾ തുടക്കത്തിൽ അസ്യൂം ചെയ്തില്ലേ? പക്ഷെ നമ്മുടെ അസംപ്ഷൻ തെറ്റിയില്ലേ? നമ്മൾ എന്ത് കിട്ടി? 7 എന്നൊരു നമ്പർ ഇതിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 1 അല്ലാതെ വേറെ ഏതും ഡിവൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്തു. പക്ഷെ നമ്മുടെ അസംപ്ഷൻ അവിടെ തെറ്റി. 7 എന്ന നമ്പർ ഇതിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 1ഉം ഡിവൈഡ് ചെയ്യും, 7ഉം ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇത് കോപ്രൈം അല്ല. സോ നമ്മുടെ അസംപ്ഷൻ എന്ത് ചെയ്തു? അവിടെ തെറ്റി അല്ലേ? നമ്മുടെ അസംപ്ഷൻ തെറ്റിയില്ലേ? അപ്പൊ നമുക്ക് അതിനെ കൺക്ലൂഡ് ചെയ്യണം അല്ലെ? വൃത്തിയായിട്ട് നമ്മളിത് ചെയ്യണം. എന്നാലും എക്സാമിന് 4 മാർക്ക് കിട്ടുള്ളൂ. അവിടെ തൊട്ട് ഇവിടെ തൊട്ട് അവിടെ തൊട്ട് ഇവിടെ തൊട്ട് എഴുതിക്കാൻ ടീച്ചർമാര് മാർക്ക് അവിടെയും ഇവിടെയും തൊട്ടിട്ടേ ഇടുള്ളൂ, ഫുൾ ഇടില്ല. ഓക്കെ, നമ്മൾ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? 7 divides both a and b. ശരിയല്ലേ? both a and b. 7 എയിനെയും ബിനെയും ഡിവൈഡ് ചെയ്യുന്നു. This is contradiction to our assumption. നമ്മൾ അസ്യൂം ചെയ്തതിനും കോൺട്രഡിക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ശരിയല്ലേ? അതിന് എഗെയിൻസ്റ്റ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. കോൺട്രഡിക്ഷൻ ടു അവർ അസംപ്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സോ അവർ അസംപ്ഷൻ ഈസ് റോങ്. നമ്മുടെ അസംപ്ഷൻ എന്താണ്? അവിടെ റോങ് ആണ്. നമ്മൾ എന്താ അസ്യൂം ചെയ്തത്? √2 റാഷണൽ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. നമ്മുടെ അസംപ്ഷൻ റോങ് ആണ്. അതിനർത്ഥം എന്താണ്? നമ്മുടെ √2 റാഷണൽ എന്നുള്ളത് റോങ് ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് √2 അല്ല, സോറി, √7 റാഷണൽ ആണ് നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്? തെറ്റാണ്. അത് നമുക്ക് കൺക്ലൂഡ് ചെയ്യണ്ടേ? അപ്പോ നമ്മൾ അസ്യൂം ചെയ്തത് റോങ് ആണ്. അപ്പൊ നമ്മൾ ശരിക്കത്തെ സ്റ്റേറ്റ്മെന്റ് എഴുതണം. √7 ഈസ് ഇറാഷണൽ. നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് നമ്മൾ ഏറ്റു പറയാണ് അവസാനം അല്ലെ? നമ്മൾ അസ്യൂം ചെയ്തത് തെറ്റാണ്. അപ്പൊ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതണ്ടേ? എന്താ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? √7 ഈസ് ഇറാഷണൽ. നമ്മൾ എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇതിന് വൃത്തിയായിട്ട് നിങ്ങൾ ഈ ഒരു സിസ്റ്റം തന്നെ ഫോളോ ചെയ്യാതെ √2 ആയാലും √7 ആയാലും എന്താണോ ചോദ്യത്തിൽ ചോദിക്കുന്നത്, √2ഉം √7ഉം ഉണ്ട് കോമൺ ആയിട്ട് വരാറ്. വേറെ നമ്പേഴ്സ് ഒന്നും ഞാൻ അധികം കണ്ടുവരാറില്ല. സോ ഞാൻ ചെയ്തിരിക്കുന്നത് √7 ആണ്. നിങ്ങൾ √7 ഒരു തവണ ചെയ്ത് നോക്കുക, √2 ഒരു തവണ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കാം. ഞങ്ങൾ എന്തായാലും ക്ലിയർ ചെയ്ത് തരാം. മനസ്സിലായി?
നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വരുന്നത് 3 ഡയമെൻഷണൽ ജോമെട്രി എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. വളരെ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എല്ലാവർക്കും ഈക്വലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. സേക്കാർക്കും സ്കോർ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഇംപ്രൂവ്മെന്റുകാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. സോ ഞാൻ അതിൽ ഇമ്പോർട്ടന്റ് ഫോർമുലാസ് വരുന്ന 2 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ മെജോറിറ്റി ഫോർമുലാസ് ഒക്കെ വരുന്നുണ്ട്. ഇതല്ലാതെ കുറച്ച് ഫോർമുലാസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്സിൽ കാണാറുണ്ട്. ദയവ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. സോ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിരിക്കുന്നത് വായിക്കാം. ഗിവൺ 3 പോയിന്റ്സ് എ ബി സി. എ എന്നൊരു പോയിന്റും ബി എന്നൊരു പോയിന്റും സി എന്ന പോയിന്റും 3 കോർഡിനേറ്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. ഞാൻ 3 കോർഡിനേറ്റ്സ് ഇവിടെ എഴുതാം. എ കോർഡിനേറ്റ് -4, 6, 10. ബി കോർഡിനേറ്റ് 2, 4, 6. സി കോർഡിനേറ്റ് 14, 0, -2. ഓക്കെ, ഇത് 3ഉമാണ് അവർ തന്നിരിക്കുന്ന 3 കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് എ ബി ആൻഡ് സി ആർ കൊലീനിയർ. ഈ 3 പോയിന്റും കൊലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എങ്ങനെയാണ് ഒരു 3 പോയിന്റ് വന്നിട്ട് അത് എങ്ങനെ കൊലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലാണ് ആദ്യം നമുക്ക് കൊലീനിയർ ആണോ അല്ലയോ എന്ന് കിട്ടുക? എന്താണ് ഈ കൊലീനിയർ എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരേ ലൈനിൽ തന്നെയുള്ള പോയിന്റുകളെയാണ് നമ്മൾ എന്ത് പോയിന്റ്സ് എന്ന് പറയാ? കൊലീനിയർ പോയിന്റ്സ് അല്ലെ? കൊലീനിയർ പോയിന്റ്സ് എന്ന് പറയാം. അപ്പൊ ഇത് 3 പോയിന്റും ഒരേ ലൈനിൽ തന്നെയാണ് അല്ലെങ്കിൽ കൊലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ വളരെ എളുപ്പമാണ്. വൃത്തിയായിട്ടൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പറയുന്ന കാര്യം തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഇനി പ്രോബ്ലം ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ എളുപ്പമായിട്ടുള്ള കാര്യമല്ലേ? ഞാൻ ആദ്യം ചെയ്ത് കാണിച്ചു തരാം. അതായത് എ ബി തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക ആദ്യം, ബി സി തമ്മിലുള്ള ഡിസ്റ്റൻസ് ആദ്യം പിന്നെ കണ്ടുപിടിക്കാം. തേർഡ് ആയിട്ട് നമ്മൾ എ സി തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യം ഇത് ചെയ്ത് നോക്കൂ. ആദ്യം നമുക്ക് എ ബി തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എങ്ങനെ എ ബി തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഏത് ഇക്വേഷൻ ഏതാണ് ഡിസ്റ്റൻസ് ഫോർമുലയുടെ? x2 - x1 the whole square plus y2 - y1 the whole square plus z2 - z1 the whole square. ഓക്കെ, ഇതല്ലേ സംഭവങ്ങളൊക്കെ അല്ലേ? ഇനി ഓരോരോ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. ഈക്വൽ ടു റൂട്ട് ഓഫ് x2 - x1. x2 ഏതാണ്? ഇതാണ് x2, ഇതാണ് x1, y1, z1, x2, y2, z2, x3, y3, z3. അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ x2ന്റെ വാല്യൂ എത്രയാ? x2ന്റെ വാല്യൂ എത്രയാ? 2 ആണ്. 2 - x1. x1 എന്താണ്? -4 അല്ലെ? 2 - -4 എന്താണ്? 2 + 4 എന്ന് എഴുതാലോ. മൈനസ് കൂടെ പ്ലസ് ആയില്ലേ? നമുക്ക് സ്റ്റെപ്സ് കുറയ്ക്കാലോ. 2 - -4 നമ്മൾ എങ്ങനെ എഴുതി? 2 + 4 the whole square പ്ലസ് y2 - y1. y2 എത്രയാ വാല്യൂ? 4 ആണ്. മൈനസ് y1 ന്റെ വാല്യൂ എത്രയാണ്? 6 ആണ്. 6 the whole square പ്ലസ് z2 - z1. z2 ന്റെ വാല്യൂ എത്രയാ? z2 ന്റെ വാല്യൂ എത്രയാ? 6 ആണ്. മൈനസ് z1 ന്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. സോ 6 - 10 the whole square which is equal to root of 4 + 2 the whole square. 4 + 2 എത്രയാണ്? 6 അല്ലേ? 6 സ്ക്വയർ എത്രയാണ്? 36. ശരിയല്ലേ? 36 പ്ലസ് 4 - 6. 4 - 6 എത്രയാ? -2. -2 the whole square എത്രയാണ് വാല്യൂ? 4 ആണ്. ശരിയല്ലേ? പ്ലസ് 6 - 10. 6 6ൽ നിന്ന് 10 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? -4 കിട്ടും. -4 the whole square. -4 the whole square എത്രയാ? 16. 16 ആണ്. നമുക്ക് ഹോൾ ഈക്വൽ ടു നമ്മുടെ കാൽക്കുലേറ്റർ, നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഒക്കെ മറക്കാതെ കൊണ്ടുപോകട്ടോ. ഫിസിക്സ് എക്സാം, കെമിസ്ട്രി എക്സാം, മാത്സ് എക്സാമിനൊക്കെ കാൽക്കുലേറ്റർ എത്ര പഠിക്കാതെയാണ് ഒരു കുട്ടി പോണതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഭംഗിക്കെങ്കിലും നമ്മളൊരു കാൽക്കുലേറ്റർ കയ്യിൽ കൊണ്ടുപോകണം. നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, 36 + 4 + 16 എത്രയാ വാല്യൂ? 36 + 4 + 16 കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാട്ടോ. 56. √56 ആണ് നമ്മൾ എ ബിയുടെ ഡിസ്റ്റൻസ് കിട്ടിയത്. ഓക്കെ, ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഡിസ്റ്റൻസ് ഫോർമുല പറഞ്ഞു തരുന്നത് കൊണ്ട് ഇത്രയും നേരം 4 - 6 എത്രയാ, 6 - 2 എത്രയാ ചോദിച്ചുകൊണ്ടിരുന്നു. അടുത്തത് ഞാൻ വളരെ വളരെ സ്പീഡായിട്ട് ചെയ്തു പോകും. ബിക്കോസ് ഇതൊക്കെ അറിയുന്ന പിള്ളേരാണെങ്കിൽ അവർക്ക് ഇതൊരു ബോറടിയാണ് അല്ലെ? ഈ ചേച്ചി എന്താ ഇങ്ങനെ ഓരോരോ LKG കുട്ടികൾക്ക് പറഞ്ഞു തരുന്ന പോലെ പറഞ്ഞു തരുന്നത്. ഓക്കെ, ബി സിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ബി സിയിലും സെയിം ഇക്വേഷൻ തന്നെ. ഇക്വേഷന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എന്താണ്? x2 - x1 അല്ലേ? ബി സി. അപ്പൊ ഇതിൽ ഏത് x1 ഉം y1 ഉം z1 ഉം ഏതാ വരിക? ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ ഏത് x1 y1 z1? ഇതാണ് x1 y1 z1. ഇതാണ് x2 y2 z2. മനസ്സിലാവും? നമ്മൾ ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോ x2 - x1 എന്ന് പറയുമ്പോൾ x2 എത്രയാണ്? 14. 14 - 2 whole square plus y2 - y1 0 - 4 the whole square plus z2 -
minus z1. z2 എത്രയാണ് -2 -2 -6 the whole square. 6 അല്ലേ? -2 -6 the whole square which is equal to root of 14 minus 2 എത്രയാണ് 12 square plus 0 minus 4 എത്രയാണ് -4 the whole square plus -2 -6 -2 വന്നാൽ മൈനസ് ഇട്ടിട്ട് പ്ലസ് ചെയ്യണം. മൈനസ് ഇട്ടിട്ട് 6 plus 2 എത്രയാണ് 8 ആണ് whole square which is equal to root of ഓരോന്നിന്റെ വാല്യൂസ് പറയൂ. 12 square എത്രയാണ് വാല്യൂ 144 144 അല്ലേ? പ്ലസ് -4 the whole square എത്ര വാല്യൂ 16 16 പ്ലസ് 8 square -8 square എന്താ വാല്യൂ 64 which is equal to root of നമുക്ക് എന്ത് കിട്ടും root of 224 എന്ന് കിട്ടും. ഓക്കെ root of 224 നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ എന്റെ കയ്യിൽ വാല്യൂ എഴുതി വെച്ചിരിക്കുന്നത്. എന്റെ കയ്യിൽ കാൽക്കുലേറ്റർ ഇല്ല, ഞാൻ കയ്യിൽ കാൽക്കുലേറ്റർ വെച്ചിട്ടില്ല. ഓക്കെ 224 എന്ന് കിട്ടി. ഓക്കെ നമുക്ക് ഈ 224 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ 224 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? റൂട്ട് ഓഫ് 4 into 56 എഴുതാലോ. 4 into 56 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 224 കിട്ടും അല്ലേ? അപ്പോ ഞാൻ ഈ 4 എന്ന് പറഞ്ഞ സാധനത്തിനെ റൂട്ട് നിന്ന് പുറത്തേക്ക് എടുക്കാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4 റൂട്ടിന്ന് പുറത്തെടുത്ത് എന്താ വരിക 2 അല്ലേ വരിക? 4 റൂട്ട് 2 അല്ലേ? 4 റൂട്ടിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 root 56 കിട്ടിയില്ലേ? അപ്പൊ ഞാൻ ഈ 224 വരെ ഞാൻ എഴുതാൻ പോകുന്നത് 2 root 56 ആണ്. 2 root 56 മനസ്സിലായോ? ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഇങ്ങനെ എഴുതണം. ഓക്കെ അടുത്തത് നമ്മൾ എ സി തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏതാണ് നമ്മുടെ x1 y1 z1? ഇതാണ് നമ്മുടെ x1 y1 z1. ഇതാണ് നമ്മുടെ x2 y2 z2. മനസ്സിലായോ? അപ്പോ x2 minus x1 എന്ന് പറയുമ്പോ 14 minus -4 എന്ന് വരും. ശരിയല്ലേ? 14 minus -4. 14 minus -4 ഞാൻ 14 plus 4 ആക്കി എഴുതാലോ. ഈ മൈനസ് കൂടെ പ്ലസ് ആയില്ലേ? അപ്പോ 14 plus 4 ആക്കി ഞാൻ എഴുതി. സ്റ്റെപ്സ് മാക്സിമം കുറയ്ക്കുക കേട്ടോ. 14 plus 4 the whole square plus അടുത്തത് 0 minus 6 the whole square plus അടുത്ത വാല്യൂ z2 minus z1 ന്റെ വാല്യൂ -2 minus 10 the whole square ഇതൊക്കെ നമ്മുടെ ഇക്വേഷൻസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇക്വേഷൻസ് കിട്ടിയാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ലേ? which is equal to root of 14 plus 4 14 കൂടെ 4 കൂട്ടിയാൽ എത്ര കിട്ടുക? 18 അല്ലേ? 18 അല്ലേ? 18 square plus 0 minus 6 the whole square എന്ന് പറയുമ്പോൾ -6 the whole square plus -2 minus 10 എത്രയാ? -2 minus 10 is equal to minus വന്നാൽ മൈനസ് ഇട്ടിട്ട് പ്ലസ് ചെയ്യണം. മൈനസ് ഇട്ടിട്ട് പ്ലസ് ചെയ്യുമ്പോൾ -12 the whole square which is equal to root of നമ്മുടെ 18 square വാല്യൂ എത്രയാണ്? 18 square വാല്യൂ 324. 18 square വാല്യൂ 324 plus -6 the whole square എത്രയാണ്? 36 36 plus -12 the whole square എത്ര വാല്യൂ? 144. മനസ്സിലായോ? 144 which is equal to നമുക്ക് എന്ത് കിട്ടി? root of ഫൈനൽ ആൻസർ എന്താ കിട്ടിയിരിക്കുന്നത്? root of 504 എന്ന് കിട്ടി. ഓക്കെ root of 504 നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ നമ്മൾ 224 മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി എഴുതിയില്ല. അതേപോലെ ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഈ 504 നമുക്ക് 9 into 56 എന്ന് എഴുതാൻ പറ്റും. ഈ 504 നമുക്ക് 9 into 56 എഴുതാൻ പറ്റും. നമ്മൾ നേരത്തെ 4 into 56 എഴുതില്ല, അതേപോലെ ഇവിടെ 9 into 56 എഴുതാൻ പറ്റും. ഈ 9 ഞാൻ റൂട്ടിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ എനിക്ക് എന്താ വാല്യൂ വരിക? 3 അല്ലേ വരിക? 3 root 56 എന്ന് കിട്ടി. സോ നമ്മുടെ 3 എ ബിയും ബി സിയും എ സിയും കിട്ടി. 56 2 root 56 3 root 56. ഓക്കെ ഇതാണ് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കൊലീനിയർ ആണ് എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു മെയിൻ ക്വസ്റ്റ്യൻ. നമ്മൾ എങ്ങനെയാ കൊലീനിയർ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുക? ഏതെങ്കിലും രണ്ട് സൈഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ സൈഡ് കിട്ടുകയാണെങ്കിൽ കൊലീനിയർ ആണ്. അതാണ് കണ്ടീഷൻ. ഏതെങ്കിലും രണ്ട് സൈഡ് നമ്മൾ ഡിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ സൈഡ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 5 root 56ഉം 2 root 56ഉം കൂടെ കൂട്ടുമ്പോൾ 3 root 56 കിട്ടില്ലേ? ഞാൻ കാണിച്ചു തരാം. എ ബി പ്ലസ് ബി സി ചെയ്യുമ്പോൾ നമുക്ക് എ സി കിട്ടുന്നുണ്ടല്ലോ. നോക്കൂ, എ ബിന്റെ വാല്യൂ എത്രയാണ്? root 56 അല്ലേ? ആണ്. പ്ലസ് ബി സിന്റെ വാല്യൂ എത്രയാണ്? 2 root 56 അല്ലേ? ഇതിനർത്ഥം എന്താണ്? ഇവിടെ 1 root 56 ആണെന്നാണ് അർത്ഥം അല്ലെ? 1 root 56 plus 2 root 56. 1 root 56 plus 2 root 56 എന്താ ഉത്തരം? 3 root 56 അല്ലേ? ഒരു root 56ഉം 2 root 56ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 3 root 56 കിട്ടും. ഈ 3 root 56 എന്ന് പറഞ്ഞ സാധനം എന്തിനോട് ഈക്വൽ ആണ്? നമ്മുടെ എ സിനോട് ഈക്വൽ അല്ലേ? ഞാൻ ഒന്നുകൂടെ ഫുൾ മായ്ച്ചിട്ട് എഴുതി കാണിച്ചിട്ടെ. ഇവിടെ എഴുതി കാണിച്ചു തരാം. നമ്മൾക്ക് എ ബിന്റെ ഡിസ്റ്റൻസ് കിട്ടിയത്
√56 ആയിരുന്നു അല്ലെ. ബി സിയുടെ ഡിസ്റ്റൻസ് കിട്ടിയത് 2√56 ആയിരുന്നു. എ സിയുടെ ഡിസ്റ്റൻസ് കിട്ടിയത് 3√56 ആയിരുന്നു. കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും രണ്ട് സൈഡ് തമ്മിൽ കൂട്ടുമ്പോൾ മൂന്നാമത്തെ സൈഡ് കിട്ടണം. സോ എ ബിയും ബി സിയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? എ സി കിട്ടണം. അതാണ് നമ്മുടെ കണ്ടീഷൻ. എ ബിന്റെ വാല്യൂ എത്രയാണ്? √56 ആണ്. ബി സിന്റെ വാല്യൂ 2√56 ആണ്. ഒരു √56ഉം രണ്ട് √56ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 3√56 കിട്ടും. ഈ 3√56 എന്ന് പറഞ്ഞ വാല്യൂ എന്തിനോട് ഈക്വൽ ആണ്? എ സിന്റെ വാല്യൂനോട് ഈക്വൽ അല്ലേ? എ സിക്കല്ലേ നമുക്ക് 3√56 കിട്ടിയിരിക്കുന്നത്. സോ എ ബി പ്ലസ് ബി സി എ സി എന്നൊരു വാല്യൂ നമുക്ക് കിട്ടുകയാണെങ്കിൽ തന്നിരിക്കുന്ന 3 പോയിന്റ്സ് കൊലീനിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ കൊലീനിയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റണം. 4 മാർക്ക് ചോദിച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സേക്കാരും ഇംപ്രൂവ്മെന്റുകാരും രണ്ടുപേർക്കും വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ദയവ് ചെയ്ത് ഈ വീഡിയോ കണ്ടിട്ട് ഔട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഒരിക്കലും ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിട്ട് പോണേ. ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. അതായത് 3Dയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന പ്രീവിയസിൽ കണ്ടുവരുന്ന ഒരു ചോദ്യം. ഓക്കെ, നമുക്ക് നമ്മുടെ ഇതിലേക്ക് തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. ഇതിൽ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Find the coordinates of the point which divides the line segment joining two points. രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട് കേട്ടോ. രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. ഒരു പോയിന്റ് എന്ന് പറയുന്നത് -2, 3, 5 ആണ്. മറ്റേ പോയിന്റ് എന്ന് പറയുന്നത് 1, -4, 6 ആണ്. മനസ്സിലായോ? ഇത് പറഞ്ഞിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈനിനെ ഈ രണ്ട് ലൈൻ, അതായത് ഈ രണ്ട് പോയിന്റ് ആണ് ഈ ലൈനിലുള്ളത്. അതായത് -2ഉം 3ഉം 5ഉം പിന്നെ 1, -4ഉം 6ഉം ഈ രണ്ട് പോയിന്റ് കൂടെ ജോയിൻ ചെയ്തിട്ട് കിട്ടിയൊരു ലൈനിനെ 2:3 എന്നൊരു റേഷ്യോയില് ഡിവൈഡ് ചെയ്തു. 2:3 എന്നൊരു റേഷ്യോയില് ഒരു ലൈനിനെ ഈ രണ്ട് പോയിന്റ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്ത് കിട്ടിയിരിക്കുന്ന ലൈനെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി ആ സംഭവം ഇന്റേണലിയും എക്സ്റ്റേണലിയും ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അതാണല്ലോ നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന കണ്ടീഷൻസിൽ ഒന്ന് വന്നിട്ട് m:n എത്രയാണ് തന്നിട്ടുണ്ട്? റേഷ്യോ 2:3 ആണെന്നും രണ്ട് പോയിന്റ്സ് -2, 3, 5, 1, -4, 6 ആണ് തന്നിട്ടുണ്ട്. ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇന്റേണൽ ഡിവിഷൻ ആണ്. ഇന്റേണലി കണ്ടുപിടിക്കണം. ഇന്റേണലി റേഷ്യോ കണ്ടുപിടിക്കണം. ഇപ്പൊ ഇന്റേണൽ ഡിവിഷന്റെ ഫോർമുല എന്താണ്? ഇന്റേണൽ ഡിവിഷൻ എക്സ്റ്റേണൽ ഡിവിഷന്റെ ഫോർമുല വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. ഇന്റേണൽ ഡിവിഷന്റെ ഫോർമുല ഞാൻ എഴുതാം. mx2 plus nx1 divided by m plus n, comma my2 plus ny1 divided by m plus n, comma mz2 plus nz1 divided by m plus n. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. വൃത്തിയായിട്ട് ഓർത്തു വെക്കണം. എല്ലാത്തിന്റെയും നടുക്ക് എന്താണ്? പ്ലസ് ആണ്. എല്ലാത്തിന്റെയും നടുക്ക് പ്ലസ് ആണ്. ഇനി നമ്മുടെ ഈ എമ്മിന്റെയും എന്നിന്റെയും x1ന്റെയും y1ന്റെയും ഒക്കെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. വളരെ സ്പീഡായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എമ്മിന്റെ വാല്യൂ എത്രയാണ്? mx2, m into x2 അല്ലേ? m എത്രയാണ്? 2 into x2ന്റെ വാല്യൂ 1 പ്ലസ് n-ന്റെ വാല്യൂ 3 into x1ന്റെ വാല്യൂ -2 ഡിവൈഡഡ് ബൈ m plus n എന്ന് പറയുമ്പോൾ 2 plus 3 5, comma m/2, m-ന്റെ വാല്യൂ 2 into y2ന്റെ വാല്യൂ -4 പ്ലസ് n/1, n-ന്റെ വാല്യൂ 3 into y1ന്റെ വാല്യൂ 3 ഡിവൈഡഡ് ബൈ 5, അതായത് 2 plus 3 5, comma mz2, m-ന്റെ വാല്യൂ 2 into z2ന്റെ വാല്യൂ 6 പ്ലസ് nz1, n-ന്റെ വാല്യൂ 3 into z1ന്റെ വാല്യൂ 5 ഡിവൈഡഡ് ബൈ m plus n 2 plus 3 5. ഓക്കെ, ഇക്വേഷൻ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് മനസ്സിലായില്ലേ? Okay, which is equal to 2 into 1 എത്ര വാല്യൂ? 2 plus 3 into -2 -6 divided by 5, comma 2 into -4 -8 plus 3 into 3 9 divided by 5, comma 6 2s are 12 plus 5 into 3 15 divided by 5. Okay, ഇനി അടുത്തത് 2 plus -6 ന്റെ അർത്ഥം എന്താ? 2 - 6 എന്നല്ലേ? 2 plus -6 2 - 6 എത്രയാണ്? 2 - 6 എത്ര വാല്യൂ? -4 -4 by 5 എന്ന് കിട്ടി. കോമ -8 plus 10 -8 plus 9. മൈനസ് പ്ലസ് വന്നു കഴിഞ്ഞാൽ വലിയ നമ്പർ സൈൻ എടുത്തിട്ട് മൈനസ് ചെയ്യണം. വലിയ നമ്പർ 9 ആണ്. 9ന്റെ സൈൻ പ്ലസ് ആണ്. മൈനസ് ചെയ്യുമ്പോൾ 9 - 8 എത്ര വരിക? 1/5, 12 plus 15 എത്രയാ? 27 divided by 5. ഇതാണ് ഇന്റേണൽ ഡിവിഷന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇന്റേണലി എന്നൊരു ചോദ്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഫോർമുല ഒന്ന് ദയവ് ചെയ്തൊന്ന് എഴുതി വെക്കുക. അറ്റ്ലീസ്റ്റ് ഫൈനൽ ആൻസർ തെറ്റിയാലും ഫോർമുലയ്ക്ക് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പൊ ഇന്റേണൽ ഡിവിഷൻ മനസ്സിലായിട്ടുണ്ടാവില്ല, വൃത്തിയായിട്ട് ഫോർമുല ഒക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. സോ എക്സ്റ്റേണലിന്റെ ഫോർമുല എഴുതട്ടെ. എക്സ്റ്റേണൽ അടുത്തത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ എക്സ്റ്റേണലി ഉള്ള കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ്റ്റേണലി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു സിമ്പിളിന്റെ വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഫുൾ വായിക്കുന്നുണ്ട്. ആ പ്ലസിന് വരെ ഞാൻ വായിച്ച് മൈനസ് എഴുതിയാൽ മതി. പിന്നെ പോട്ടെ, അനിയന്മാർക്കൊന്നും മനസ്സിലാവാതിരിക്കേണ്ട അനിയത്തിമാർക്ക് ഒന്നും കൂടെ പറഞ്ഞുതരാം. എക്സ്റ്റേണലി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതേ ചോദ്യം തന്നെ, ഇതേ റേഷ്യോ തന്നെ എക്സ്റ്റേണലി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഇക്വേഷൻ mx2 minus nx1 divided by m minus n, my2 minus ny1 divided by m minus n, mz2 minus nz1 divided by m minus n. ഒന്നും ചെയ്തില്ല, ആ പ്ലസ് വന്നവിടെയൊക്കെ മൈനസ് എഴുതി, അത്രയും ഞാൻ ചെയ്തുള്ളൂ. ഓക്കെ, ഇതാണ് എക്സ്റ്റേണലി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഇക്വേഷൻ. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ വാല്യൂസ് വേഗം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. m ന്റെ വാല്യൂ 2 ഇൻറ്റു x2 ന്റെ വാല്യൂ 1 മൈനസ് n ന്റെ വാല്യൂ 3 ഇൻറ്റു x1 ന്റെ വാല്യൂ -2 ഡിവൈഡഡ് ബൈ m മൈനസ് n അല്ലേ, 2 മൈനസ് 3 എന്ന വാല്യൂ -1, ശരിയല്ലേ? കോമ അടുത്തത് n ഇൻറ്റു y2, m ന്റെ വാല്യൂ 2 ഇൻറ്റു y2 ന്റെ വാല്യൂ -4 മൈനസ് ny1, n ന്റെ വാല്യൂ 3 ഇൻറ്റു y1 ന്റെ വാല്യൂ 3 ഡിവൈഡഡ് ബൈ 2 മൈനസ് 3 -1, കോമ അടുത്തത് mz2, m ന്റെ വാല്യൂ എത്രയാണ് 2 ഇൻറ്റു z2 ന്റെ വാല്യൂ എത്രയാണ് 6 മൈനസ് nz1, n ന്റെ വാല്യൂ 3 ഇൻറ്റു z1 ന്റെ വാല്യൂ എത്രയാ 5 ആണ് ഡിവൈഡഡ് ബൈ -1, m മൈനസ് n എന്ന് പറയുമ്പോൾ -1 which is equal to കോർഡിനേറ്റ്സ് ഒക്കെ എഴുതണം കേട്ടോ. 2 ഇൻറ്റു 1 2 മൈനസ് 3 ഇൻറ്റു -2 എത്രയാണ് -6, ശരിയല്ലേ? ഡിവൈഡഡ് ബൈ -1, ഓക്കെ, കോമ 2 ഇൻറ്റു -4 -8 മൈനസ് 3 3s are 9 ഡിവൈഡഡ് ബൈ -1, 2 ഇൻറ്റു 6 12 മൈനസ് 5 ഇൻറ്റു 3 15 ഡിവൈഡഡ് ബൈ -1. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് വളരെ സ്പീഡായിട്ട് പോകുന്നുണ്ട് കേട്ടോ. വിച്ച് ഇസ് ഈക്വൽ ടു 2 മൈനസ് -6, 2 മൈനസ് -6, മൈനസ് കൂടെ എന്തായി പ്ലസ് ആയി അല്ലെ? 2 + 6 എത്രയാണ് 8 ആണ്. 8 ഡിവൈഡഡ് ബൈ -1, കോമ അടുത്തത് -8 -9 എത്ര വാല്യൂ? മൈനസ് വന്നാൽ മൈനസ് ഇട്ടിട്ട് പ്ലസ് ചെയ്യണം. 8ഉം 9ഉം കൂടെ കൂട്ടിയാൽ 17 ഡിവൈഡഡ് ബൈ -1, കോമ 12 - 15 -3 ഡിവൈഡഡ് ബൈ -1. ഈ മൈനസ് വേണിക്കോ? ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ? നമ്മുടെ കോർഡിനേറ്റ് എന്തായി? -8 ആയി, ശരിയല്ലേ? 8 ഡിവൈഡ് ബൈ -1 എന്ന് പറയുമ്പോൾ -8 ആയി. ഈ മൈനസും പോയി, അപ്പൊ കോമ 17, ശരിയല്ലേ? ഈ മൈനസും കൂടെ പോയി, ഈ മൈനസും പോയി, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. വൃത്തിയായിട്ട് ഫോർമുല എഴുതുക, വൃത്തിയായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യൻ ഒരു വാക്ക് എഴുതിയിട്ട് അപ്പുറത്തും ഇവരെന്തെങ്കിലും നോക്കിയിട്ട് അടുത്തത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാതിരിക്കണം, നല്ലത്, ഫുൾ മാർക്ക് പോകും. വൃത്തിയായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാതെ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 മാർക്കിനൊക്കെയാണ് ഈ ചാപ്റ്റർ ചോദ്യം വരുന്നത്. ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഫോർമുലാസും കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഫോർമുല മാത്രം ഒരു 2 ഫോർമുല പറഞ്ഞുതരാം. ജസ്റ്റ് ഫോർമുല മാത്രം, വളരെ എളുപ്പമുള്ള 2 ഫോർമുലയാണ്. സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ, ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് നിങ്ങളുടെ ചോദ്യം, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്കൊരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിളിന്റെ ഇക്വേഷൻ, സെൻട്രോയിഡ് ഇസ് ഈക്വൽ ടു x1 plus x2 plus x3 by 3, y1 plus y2 plus y3 by 3, z1 plus z2 plus z3 by 3. ഈ ഇക്വേഷൻ വൃത്തിയായിട്ട് എഴുതി വെക്കുക. x1 y1 x2 y2 സംഭവങ്ങളൊക്കെ വൃത്തിക്ക് നോക്കി വെക്കുക. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് സെൻട്രോയിഡ് കിട്ടും. ഓക്കെ, സെൻട്രോയിഡിന്റെ ഫോർമുല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. ഇനി അടുത്തത് മിഡ് പോയിന്റ് ഫോർമുല കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മിഡ് പോയിന്റ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. അതായത് 2 ലൈനും കൂടെ ഡിവൈഡ് ചെയ്ത് മിഡ് പോയിന്റ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം x1 plus x2 by 2, y1 plus y2 by 2, z1 plus z2 by 2. ഓക്കെ, സെൻട്രോയിഡും മിഡ് പോയിന്റും വൃത്തിയായിട്ട് തിരിഞ്ഞു പോകാതെ പഠിച്ചു വെക്കുക. നമ്മളിപ്പോ 4-5 ഇക്വേഷൻസ് നോക്കിയില്ലേ? ഈ 5 ഇക്വേഷൻസും തറവായിട്ട് സേഫിളായിട്ട് പോകുമ്പോൾ പഠിച്ചു വെക്കണേ. ഇംപ്രൂവ്മെന്റ് കാര്യം ഫർദർ ആയിട്ട് ഇനിയും കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. മനസ്സിലായിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് 2 കാറ്റഗറി ഓഫ് ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിനകത്ത് നമ്മൾ ഡെയിലി കളിക്കുന്ന നമ്മുടെ ആ കാർഡ്സും ഡൈസും ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ കുറച്ച് കളിക്കുന്ന ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചേക്കാരാണെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാട്ടോ. അപ്പോ അല്ല, കളിക്കാത്ത ആൾക്കാർക്ക് സ്കോർ ചെയ്യാട്ടോ, കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ മതി.
ആദ്യം കുറച്ച് ആ ക്വസ്റ്റ്യൻ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ വായിച്ചുതരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിരിക്കുന്നത് നമുക്ക് 2 ക്വസ്റ്റ്യന് തന്നെ ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വൃത്തിയായിട്ട് കേൾക്കണം, ബിക്കോസ് നിറയെ സബ് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. നമുക്ക് വൃത്തിക്ക് കേൾക്കണേ. 3 coins are tossed once. 3 കോയിൻസ് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ടോസ് ചെയ്തിരിക്കുകയാണ്. ഒറ്റ തവണ ടോസ് ചെയ്തു. ഓക്കെ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്. ഓരോരോ സാധനങ്ങൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ആ കിട്ടാനുള്ള സാധനങ്ങൾ ഒരു 10-11 ഉണ്ട്. ഓക്കെ, ഞാൻ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? അവര് തന്നിരിക്കുന്ന സാധനത്തിന്റെ എന്താ പറയാ, അവർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ സാമ്പിൾ സ്പേസ് നമുക്ക് എഴുതാം. ഓക്കെ, ഒരു തന്നിരിക്കുന്നതിന്റെ സാമ്പിൾ സ്പേസ്, അത് നിങ്ങൾക്ക് ഇപ്പൊ ഡൈസ് ആണെങ്കിലും എന്താണെങ്കിലും തന്നിരിക്കുന്നതിന്റെ സാമ്പിൾ സ്പേസ് നിങ്ങൾ ആദ്യം എഴുതിയിരിക്കണം. സാമ്പിൾ സ്പേസ് എഴുതാൻ നമ്മുടെ ഞാൻ ഇപ്പൊ തൊട്ട് മുന്നേ നമ്മൾ ഏത് നോക്കിയത്, മറ്റേ ഇന്റേണലൊക്കെ നോക്കിയില്ലേ? അപ്പൊ അതിൽ എന്താ പറഞ്ഞത്, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത ക്വസ്റ്റ്യൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാതെ ഉത്തരം എഴുതണം. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതുമ്പോഴും. സാമ്പിൾ സ്പേസ് ഒന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കരുത്. ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്ന മുന്നേ എല്ലാവരെയും നോക്കിയിട്ട് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സാമ്പിൾ സ്പേസ് ഞാൻ എഴുതാം. S is equal to 3 കോയിൻ ആണ് ടോസ് ചെയ്യുന്നത്, ശരിയല്ലേ? 3 കോയിൻ. നമ്മുടെ കോയിനിന് ഏതൊക്കെയാ സൈഡുകൾ? ഹെഡും ഉണ്ട്, ടെയിലും ഉണ്ട്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 3 കോയിൻ ടോസ് ചെയ്തു. അപ്പൊ 3ഉം ഹെഡ് വന്നു എന്ന് വിചാരിക്കാം. ഒന്നാമത്തെ സാമ്പിൾ സ്പേസിനകത്ത് ഒന്നാമത്തെ എലമെന്റ്. അടുത്തത് ആദ്യത്തെ ടെയില്, ബാക്കി 2ഉം ഹെഡ്. ആദ്യത്തെ ടെയില് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ആദ്യത്തെ ടെയില്, ബാക്കി 2ഉം ഹെഡ്. അടുത്തത് നടുക്കത്തെ ടെയിലാക്കാം നമുക്ക്. ഹെഡ്, ടെയില്, ഹെഡ്. നടുക്ക് കോമ ഇടരുത് കേട്ടോ, കോമ ഇട്ടാൽ ഉത്തരം തെറ്റിപ്പോവേ. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ഞാൻ ടെയില് കൊണ്ടുവരാം. ഹെഡ്, ഹെഡ്, ടെയിൽ. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് 3 ടെയില് കൊണ്ടുവരാലോ. 3 ടെയില് കൊണ്ടുവരാം. ടെയിൽ, 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 3 കൊണ്ടുവന്നു. ഇനി ആദ്യത്തെ ഹെഡ് ആക്കാം. ഹെഡ്, ടെയില്, ടെയില്. ഇനി നടുക്കത്തെ ഹെഡ് ആക്കാം. ടെയിൽ, ഹെഡ്, ടെയിൽ. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവസാനത്തെ ഹെഡ് ആക്കാം. ടെയിൽ, ടെയിൽ, ഹെഡ്. ഓക്കെ, ഇനി ടോട്ടൽ എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യട്ടെ. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ടോട്ടൽ 8 എണ്ണമാണ് 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസിനകത്ത് ടോട്ടൽ 8 എലമെന്റ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒറ്റയ്ക്ക് വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വൃത്തിയായിട്ട് ചെയ്യാം. ഓക്കെ, സാമ്പിൾ സ്പേസ് വൃത്തിയായിട്ട് എഴുതിയില്ലേ? ഇതിനകത്തുള്ള ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കട്ടെ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. 3 കോയിൻ ടോസ് ചെയ്തു. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്. ഒന്നാമത്തെ ചോദ്യം 3 ഹെഡ്സ്. 3 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലെ? 3 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി വൃത്തിക്ക് ഒന്ന് നോക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 3 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലേ? സോ പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ പിടിക്കാം? 3 ഹെഡ് കിട്ടുന്നത് എത്ര എണ്ണേ ഉള്ളൂ? ഒരെണ്ണ അല്ലേ ഉള്ളൂ. 3 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/. ടോട്ടൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 അല്ലെ? നമുക്ക് എത്ര എണ്ണം, ദാറ്റ് ഈസ് 3 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഒരൊറ്റ എലമെന്റേ ഉള്ളൂ. 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ സാമ്പിൾ സ്പേസിൽ എത്ര എലമെന്റ് ഉണ്ട്? 8 എലമെന്റ് ഉണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ 3 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/8 ആണെന്ന് പറയാൻ പറ്റും. വൃത്തിയായിട്ട് മനസ്സിലായില്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടെ. 2 ഹെഡ്സ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്. 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എങ്ങനെ ചെയ്യാന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 ഹെഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, ശരിയല്ലേ? 2 ഹെഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി നോക്കുക. 2 ഹെഡ് ഉള്ള എത്ര എണ്ണം ഉണ്ട് നോക്കുക. 1 2 3 അല്ലെ? ഇത് 3 എണ്ണത്തിലുമാണ് 2 ഹെഡ് ഉള്ളത്. സോ 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ഉള്ളത്? 8 എണ്ണം. 3/8 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. അറ്റ്ലീസ്റ്റ് 2 ഹെഡ്. അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എങ്കിലും വേണം. ഓക്കെ, പാസ് ആവാൻ അറ്റ്ലീസ്റ്റ് 18 മാർക്ക് എങ്കിലും വേണം. ഓക്കെ, 18ഉം കൂട്ടും 18നേക്കാൾ മേലെയും കൂട്ടും, അങ്ങനെയല്ലേ നമ്മൾ കണക്കാക്കുക അല്ലെ? 18 മാർക്ക് കിട്ടിയവർ മാത്രം പാസ്സാവുന്നവരാണോ? അല്ലല്ലോ. 18ഉം 19 20 അങ്ങനെ കിട്ടുന്നവരൊക്കെ പാസ്സാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് 18 വേണം. അതേപോലെ നമ്മുടെ ഇവിടെ എന്താണ്? അറ്റ്ലീസ്റ്റ് 2 ഹെഡ്. അറ്റ്ലീസ്റ്റ് 2 ഹെഡ് വേണം എന്നല്ലേ പറഞ്ഞത്? അറ്റ്ലീസ്റ്റ് 2 ഹെഡ്. അപ്പോ അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ 2ഉം വരും കൂടുതലും വരും. 2 എണ്ണം. ഇതിലിപ്പോ 2 എണ്ണം ഉണ്ട് അല്ലെ? 1 2 3. ഓക്കെ, 4 ഇതും വരും. എന്തുകൊണ്ടാണ് അത് വരുന്നത്? ഇവിടെ 3 എണ്ണം ഇല്ലേ? 2ഉം വരും 2ൽ കൂടുതലും വരും. അപ്പൊ 3 വരും 2 വരും 2 വരും 2 വരും. അപ്പൊ ടോട്ടൽ 1 2 3 4. മനസ്സിലായോ? 4/8 ആണ് ആൻസർ. 4/8 ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ എന്താണ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ്? അർത്ഥം വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് 2 എണ്ണമെങ്കിലും വേണം. 2ഉം വരാം 2ൽ കൂടുതലും വരാം. മനസ്സിലായോ? ഡെയിലി ലൈഫുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് വേണം പ്രോബബിലിറ്റി ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 4ാമത്തെ ചോദ്യത്തിലേക്ക്. അറ്റ്മോസ്റ്റ് 2 ഹെഡ്. അറ്റ്മോസ്റ്റ് എത്രയേ വരാൻ പാടുള്ളൂ?
80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എത്രയേ അറ്റ്മോസ്റ്റ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ? 80 സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. 81 സ്കോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ആഡിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ 81 സ്കോർ ചെയ്യാം. പക്ഷെ ലീഗലി എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ? 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് അറ്റ്മോസ്റ്റ് 80 സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അറ്റ്മോസ്റ്റ് എത്രയാണ്? അറ്റ്മോസ്റ്റ് 2 ഹെഡേ വരാൻ പാടുള്ളൂ. അപ്പൊ ഹെഡ് വരാതിരിക്കാം, ഒരു ഹെഡ് വരാം, 2 ഹെഡ് വരാം, അങ്ങനെയല്ലേ? അറ്റ്മോസ്റ്റ് 2 ഹെഡ്. അപ്പൊ ആദ്യം ഒരു ഹെഡ് വരാം, ഹെഡേ വരാതിരിക്കാം, 2 ഹെഡ് വരാം. നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഒരു ഹെഡ് വരാം അല്ലെ? ഒരു ഹെഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയുള്ളത്? 1 2 3 അല്ലെ? 1 2 3 ഓരോരോ ഹെഡ്. ഹെഡേ വരാതിരിക്കാം 4 അല്ലെ? 2 ഹെഡും വരാം 5 6 7. മനസ്സിലായോ എങ്ങനെ ചെയ്തത്? ചോദ്യം എന്തായിരുന്നു? അറ്റ്മോസ്റ്റ് 2 ഹെഡ് വരെ വരാം എന്നായിരുന്നു. ഹെഡേ ഇല്ലാതിരിക്കാം, ഒരു ഹെഡ് വരാം, 2 ഹെഡ് വരാം. ഹെഡേ ഇല്ലാതിരിക്കാം എന്ന് പറയുമ്പോ ടി എടുത്തു 1. 2 ഹെഡ് വരാം എന്ന് പറയുമ്പോ 1 2 3 1 2 3 4 ആയില്ലേ? ഒരു ഹെഡ് വരാം 1 2 3 1 2 3. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ട്? 7 എണ്ണം. 7 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര എണ്ണം? 8 എണ്ണം. അങ്ങനെയാണ് 7/8 വന്നത്. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്ത സബ് പാർട്ടിലേക്ക് കിടക്കാം. ഇത് 5ാമത്തെ. പ്രോബബിലിറ്റി ഓഫ് നോ ഹെഡ്. ഹെഡേ വരരുത്. ഹെഡേ വരരുത് എന്നുള്ള സാധനത്തിന് നിങ്ങൾക്ക് വൃത്തിയായിട്ട് നോക്കുമ്പോൾ അറിയാം. ഹെഡേ വരാത്തത് ഇതിൽ ഏതിലാണ്? ഏതിലാ ഹെഡ് വരാത്തത്? ടിക്ക് മാത്രമല്ലേ ഹെഡേ വരാത്തതുള്ളൂ. അപ്പൊ നമ്മുടെ പ്രോബബിലിറ്റി എന്താണ്? 1/8 ആണ്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. 6ാമത്തെ സബ് പാർട്ട് പറയട്ടെ. പ്രോബബിലിറ്റി ഓഫ് 3 tails. 3 ടൈല് കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലെ? വൃത്തിയായിട്ട് നമുക്ക് കാണുമ്പോൾ അറിയാലോ ഇതിൽ ഏതിലാ 3 ടൈൽ ഉള്ളത്? നമ്മുടെ ടിക്ക് മാത്രമല്ലേ 3 ടൈൽ ഉള്ളൂ. അപ്പൊ 1/8. മനസ്സിലായില്ലേ? അടുത്തത് 7th സബ് പാർട്ട്. 7th ക്വസ്റ്റ്യൻ വായിക്കട്ടെ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 tail. എക്സാക്ട്ലി 2 ടൈല് വരാൻ പാടുള്ളൂ. അത് നമ്മൾ കൂടുവരുത്, കുറയുവരുത്. മനസ്സിലായോ? 2 ടൈല് വരാൻ പാടുള്ളൂ. എക്സാക്ട്ലി 2 tails. എക്സാക്ട്ലി 2 tails പറയുമ്പോൾ 2 tails വരുന്ന എല്ലാം നമുക്ക് എടുക്കാം. 2 tails വരുന്ന ഏതൊക്കെ വരും? 1 2 3 3 അല്ലെ? ഇത് 3 എണ്ണത്തിൽ മാത്രമല്ല, 2 എണ്ണം ഷാർപ്പ് ആയിട്ടുള്ളൂ. അപ്പൊ എക്സാക്ട്ലി 2 tails പറയുമ്പോ 3/8 എന്ന് വരും. 2 എക്സാക്ട് ആയിട്ട് അത് മാത്രമേ വരാൻ പാടുള്ളൂ. അതൊന്നും ഒരിക്കലും കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അപ്പൊ 3/8 എന്ന് വന്നു. 1 2 3 ട്ടോ. അതാണ് 3/8. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. 8ാമത്തെ ചോദ്യത്തിലേക്ക്, 8ാമത്തെ സബ് പാർട്ടിലേക്ക് കിടക്കട്ടെ. പ്രോബബിലിറ്റി ഓഫ് നോ ടൈൽ. ടൈലേ വരരുത്. ടൈലേ വരരുത് എന്ന് പറയുന്നത് നമുക്ക് ഏതേ ഉള്ളൂ? എച്ച് മാത്രമല്ലേ ഉള്ളൂ ടൈൽ വരാത്ത സാധനം. എച്ച് 3 ഹെഡ്. എത്ര ഉള്ളത്? 1/8 ആണ് ആൻസർ. മനസ്സിലായോ? അടുത്തത് 9ാമത്തേക്ക് കിടക്കട്ടെ. 9ാമത്തെ ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് അറ്റ്മോസ്റ്റ് 2 tail. അറ്റ്മോസ്റ്റ് 2 tail. 80 മാർക്ക് വരെ നിങ്ങൾക്ക് അറ്റ്മോസ്റ്റ് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ അറ്റ്മോസ്റ്റ് 2 ടൈല് വരുന്നത് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ടൈലേ വരാത്തത് എടുക്കാം, ഒരു ടൈല് വരുന്നത് എടുക്കാം, 2 ടൈല് വരുന്നത് എടുക്കാം അല്ലെ? ടൈലേ വരാത്തത് ഏതൊക്കെയാണുള്ളത്? ഒരെണ്ണം ഉണ്ട് അല്ലെ? അറ്റ്മോസ്റ്റ് 2 tails അല്ലേ പറയുന്നത്? ഒരു ടൈല് വരുന്നത് എടുക്കാം. ഒരു ടൈല് വരുന്ന എത്ര ആണെന്ന് നോക്കട്ടെ. ഒരു ടൈല് വരുന്ന എത്ര ആണുള്ളത്? 1 2 3 അല്ലെ? 2 ടൈല് വരുന്നതും എടുക്കാം. 2 ടൈല് വരുന്നത് ഏതൊക്കെയാണുള്ളത്? 2 ടൈല് വരുന്നത് 1 2 3 അല്ലെ? അപ്പൊ ടോട്ടൽ 3 + 3 6 6 + 1 7. അറ്റ്മോസ്റ്റ് 2 ടൈല് വരെ വരാം അല്ലെ? അറ്റ്മോസ്റ്റ് 2 ടൈല് വരെ വരാന്നല്ലേ? അപ്പൊ ടോട്ടൽ എത്ര ആണുള്ളത്? 3 + 3 6 + 1 7. 7/8 ആണ് ആൻസർ. മനസ്സിലായോ? അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായില്ലേ? അടുത്തത് നമ്മൾ 9ാമത്തെ അല്ലേ നോക്കിയത്. അടുത്തത് 10ാമത്തെ നോക്കാം കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 head. അറ്റ്ലീസ്റ്റ് ഒരു ഹെഡ് എങ്കിലും വരണം. അറ്റ്ലീസ്റ്റ് 18 മാർക്കെങ്കിലും കിട്ടണം അല്ലെ? ഒരു ഹെഡ് എങ്കിലും വരണം. ഒന്നും വരാം, ഒന്നിൽ കൂടുതലും വരാം. അറ്റ്ലീസ്റ്റ് 1 എന്താ ചോദിച്ചത്? അറ്റ്ലീസ്റ്റ് 1 head അല്ലേ? ഒന്നും വരാം, ഒന്നിൽ കൂടുതലും വരാം. ഒന്ന് വരുന്ന ഹെഡ് എത്ര ഉള്ളത്? 1 2 3. ഒന്നിൽ കൂടുതൽ വരാലോ? 3 4 5 6 7 അല്ലെ? ടോട്ടൽ 7/8 അല്ലേ ആൻസർ? അറ്റ്ലീസ്റ്റ് 1 head എന്ന് പറയുമ്പോ ടോട്ടൽ എത്ര? ഒരു ഹെഡ് എടുക്കാം, 2 ഹെഡ് എടുക്കാം, 3 ഹെഡ് എടുക്കാം. അറ്റ്ലീസ്റ്റ് 1 head ഒന്നെങ്കിലും വേണം. ഒന്നും വരും, 2ഉം വരും, 3ഉം വരും. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ട്? 7/8 അല്ലെ? ഈ ടി ഒഴികെ എല്ലാം എടുക്കാല്ലേ? നമുക്ക് എടുക്കാലോ. അടുത്തത് 11th വൺ എടുക്കുകയാണ്. പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 1 head. എക്സാക്ട്ലി ഒരൊറ്റ ഹെഡേ വരാൻ പാടുള്ളൂ. ഒരൊറ്റ ഹെഡ് വരുന്ന എത്ര ഉള്ളത്? ഒരൊറ്റ ഹെഡ് വരുന്ന എത്ര ഉള്ളത്? 1 2 3 അല്ലേ? 3 എണ്ണല്ലേ ഉള്ളൂ. 3/8 ആണ് ആൻസർ.
ഓക്കെ, അടുത്തതിലേക്ക് കിടക്കാലോ. 12th വണ്ണിലേക്ക് കിടക്കാം. 12th വൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ടെയിൽ. അറ്റ്ലീസ്റ്റ് ഒരു ടെയിലെങ്കിലും വേണം. ഒരു ടെയിലും ആവാം, 2 ടെയിലും ആവാം, 3 ടെയിലും ആവാം. മിനിമം 3 എണ്ണമെങ്കിലും വേണം എന്നാണ് പറയുന്നത്. മിനിമം 3 എണ്ണമെങ്കിലും വേണം, ഒരെണ്ണമെങ്കിലും വേണം. സോറി കേട്ടോ, ഒരെണ്ണമെങ്കിലും വേണം. ഒരെണ്ണം വരുന്നതെടുക്കാം, 2 എണ്ണം വരുന്നതെടുക്കാം, 3 എണ്ണം വരുന്നതെടുക്കാം. ഒരെണ്ണം വരുന്നതല്ലേ. 1 2 3 4 5 6 7 ശരിയല്ലേ? 7/8 അല്ലേ? നമ്മുടെ HH ഒഴികെയുള്ള എല്ലാം നമുക്ക് എടുക്കാം. ഒരെണ്ണം എടുക്കാം, 2 ടെയിൽ വരുന്നത് എടുക്കാം, 3 ടെയിലും വരുന്നത് എടുക്കാം. അതാണ് അറ്റ്ലീസ്റ്റ് 1 ടെയിൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ലാസ്റ്റ് വണ്ണിലേക്ക് കിടക്കട്ടെ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. 13th വൺ. 13th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് 1 ഹെഡ്. അറ്റ്മോസ്റ്റ് ആയിട്ട് ഒരു ഹെഡ് വരെ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഹെഡേ വരാത്തതും എടുക്കാം, ഒരു ഹെഡ് വരുന്നതും എടുക്കാം അല്ലെ. ഹെഡേ വരാത്തത് ഏതാ ഉള്ളത്? ടി മാത്രമല്ലേ ഉള്ളൂ, ഒരെണ്ണം അല്ലെ. പിന്നെ അറ്റ്മോസ്റ്റ് 1 ഹെഡ്, ഒരു ഹെഡ് ഉള്ളതും എടുക്കാം. ഒരു ഹെഡ് ഏതൊക്കെയാ ഉള്ളത്? 1 2 3. അപ്പൊ ടോട്ടൽ എത്ര വന്നു? 4 എണ്ണം വന്നില്ലേ? 4/8. അറ്റ്മോസ്റ്റ് 1 ഹെഡ് ആണ്. ഹെഡേ വരാത്തതും എടുക്കാം, ഒരു ഹെഡ് വരുന്നതും എടുക്കാം. ഹെഡേ വരാത്തത് ഒരെണ്ണം ഉണ്ട്, ഒരു ഹെഡ് വരുന്നത് 3 എണ്ണം ഉണ്ട്. സോ 1 + 3 എത്രയാണ്? 4 ആണ്. 4/8 എന്ന് പറയുമ്പോൾ 1/2. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് വൃത്തിയായിട്ട് അർത്ഥം അറ്റ്മോസ്റ്റിന്റെയും അറ്റ്ലീസ്റ്റിന്റെയും അങ്ങനത്തെ മിനിമം അങ്ങനത്തെ ഒക്കെ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും പ്ലീസ് ഒന്ന് ചെയ്ത് നോക്കുക. ഡൗട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് അർത്ഥം അറിയുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. മനസ്സിൽ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ. ഇതാണ് പ്രോബബിലിറ്റിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. നമുക്ക് മാത്സിൽ ഇന്നത് ഇമ്പോർട്ടന്റ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്തത് കാർഡിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോ കോയിൻ അല്ലേ നോക്കിയത്, കാർഡിന്റെയാണ് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. One card is drawn from ഒരു ഡക്ക് ഓഫ് കാർഡ് അല്ലേ പറയാം. ഒരു ഡക്ക് ഓഫ് കാർഡിൽ എത്ര കാർഡാണുള്ളത്? എത്ര എണ്ണം കാർഡാണുള്ളത്? 52 ആണ് അല്ലേ. കാർഡൊക്കെ കളിക്കുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ, 52 കാർഡാണ് ഉള്ളത്. ശരിയല്ലേ? നമ്മളെല്ലാരും പെൺകുട്ടികൾ കാർഡ് കളിക്കാറൊന്നുമില്ല കേട്ടോ, എല്ലാവരും കല്യാണമൊക്കെ കളിക്കാറുണ്ടല്ലോ. അപ്പൊ എന്താ പറയാ, ഒരു ഡക്ക് ഓഫ് കാർഡ്സിൽ 52 കാർഡ്സ് ആണ് ഉള്ളത്. സോ അതിനെ കുറിച്ച് വെല്ലായിട്ട് കളിക്കാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യല്ല വേണ്ടത്. ഇൻട്രോ പാർട്ടായിട്ട് നമ്മൾ NCERT സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, 52 കാർഡാണുള്ളത്. അതിനകത്തുനിന്ന് ഓരോരോ ഇതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തറിയാം? സാമ്പിൾ സ്പേസിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാം? 52 എണ്ണം ഉണ്ട്. ശരിയല്ലേ? 52 കാർഡാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസിനകത്ത് എത്ര എണ്ണം ഉള്ളത്? 52 എണ്ണമാണ് ഉള്ളത്. ശരിയല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഈസ് എ ഡയമണ്ട്. അവർ നമ്മൾ ഈ കുലുക്കി എടുത്ത കാർഡ്, നമ്മളിപ്പോ കാർഡ് ഇത്ര 52 കാർഡും കൂടെ ഷഫിൾ ചെയ്തിട്ടു, അതിന് എടുത്ത കാർഡ് ഒരു ഡയമണ്ട് ആവാനുള്ള പ്രോബബിലിറ്റി അല്ലെ. നമ്മുടെ ടോട്ടൽ എത്ര എന്തൊക്കെയാണുള്ളത്? ഡയമണ്ട് ഉണ്ട്, ഡയമണ്ട്, മറ്റേ സ്പെയ്ഡ്, ലീഫ്, ഹാർട്ട് അല്ലെ. ഇങ്ങനത്തെ 4 കാർഡ്സ് അല്ലേ ഉള്ളത്. സോ 52നെ നമ്മൾ 4 ആക്കി ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോ എണ്ണത്തിലും 13 എണ്ണം വരും. 13 ഡയമണ്ട് വരും, 13 സ്പെയ്ഡ് വരും, 13 മറ്റേ ലീഫ് വരും, മറ്റേ 13 ഹാർട്ട് വരും. അങ്ങനെയല്ലേ വരിക? അപ്പൊ ഓരോന്നിലും 13 13 13 ആണ് വരിക അല്ലേ. ഓരോ എണ്ണത്തിലും 13 13 എന്നല്ലേ വരിക. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഒരു ഡയമണ്ട്, നമ്മൾ എടുത്ത കാർഡ് ഡയമണ്ട് ആവാനുള്ള പ്രോബബിലിറ്റി അല്ലെ. ഡയമണ്ട് എത്ര ഉള്ളത്? 13 എണ്ണം അല്ലേ ഉള്ളത്. അപ്പൊ എടുത്തിരിക്കുന്ന കാർഡ് ഡയമണ്ട് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 13 ഡിവൈഡഡ് ബൈ 52 ആണ്. ശരിയല്ലേ? 13 ഡയമണ്ട് കാർഡാണുള്ളത്. അപ്പൊ എടുത്തത് ഏതോ ഒന്ന് 13 എണ്ണത്തിൽ ഒന്നായിരിക്കും. 13 ഡിവൈഡഡ് ബൈ 52 ആണ്. അപ്പൊ എന്താ നമ്മുടെ ആൻസർ എത്ര വരിക? 1/4 ആണ്. 1/4. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഡയമണ്ട് വന്ന് എങ്ങനെ ചെയ്യാം? ഇതിപ്പോ ഡയമണ്ടിന് വരുമ്പോ നമ്മൾ അടുത്ത സ്പെയ്ഡ് ആണെങ്കിലും എന്താണെങ്കിലും തന്നെയാട്ടോ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. നോട്ട് എ ഡയമണ്ട്. എടുത്ത കാർഡ് ഡയമണ്ട് അല്ലാതെ ഇരിക്കാനുള്ള പ്രോബബിലിറ്റി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലെ. നമുക്ക് ഒരു പ്രോബബിലിറ്റിന്റെ വാല്യൂ അറ്റ്മോസ്റ്റ് ഏത് വരെ വരുള്ളൂ? 1 വരെ വരുള്ളൂ അല്ലെ. ഏതെങ്കിലും പ്രോബബിലിറ്റിന്റെ ഉത്തരം നിങ്ങൾക്ക് 2യോ 3യോ ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. 1 വരെ നമ്മുടെ പ്രോബബിലിറ്റി വാല്യൂ വരുള്ളൂ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഡയമണ്ട് അല്ലാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ൽ നിന്നും 1/4 മൈനസ് ചെയ്താൽ പോരെ? മനസ്സിലായോ?
1 വരെയേ നമ്മുടെ സാധനം വരുള്ളൂ. അതിൽ നിന്ന് നമ്മുടെ ഡയമണ്ട് ആവാനുള്ള പ്രോബബിലിറ്റി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡയമണ്ട് അല്ലാതിരിക്കാനുള്ള പ്രോബബിലിറ്റി കിട്ടില്ലേ? അപ്പൊ നമുക്ക് ക്രോസ് ചെയ്ത് നോക്കൂ. 4 into 1 എന്താണ്? 4 ആണ്. മൈനസ് 1 into 1 എന്താണ്? 1 divided by 4 which is equal to 3/4. മനസ്സിലായോ? പ്രോബബിലിറ്റി ഓഫ് ആ ഡയമണ്ട് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. നോട്ട് എ ഡയമണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് ഡയമണ്ടിന്റെ ചെയ്താൽ നമുക്ക് നോട്ട് എ ഡയമണ്ട് കിട്ടും. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ബ്ലാക്ക് കാർഡ്. നമ്മൾ എടുത്തിരിക്കുന്ന കാർഡ് ഒരു കറുപ്പ് കളർ കാർഡ് ആവാനുള്ള പ്രോബബിലിറ്റി. നമുക്ക് ടോട്ടൽ എത്ര? 4 ടൈപ്പ് ഓഫ് കാർഡ് ഉള്ളത് അല്ലെ? 2 ബാച്ച് അല്ലെങ്കിൽ 2 എന്താ പറയാ 2 ബണ്ടിൽ നമുക്ക് വരുന്നത് ബ്ലാക്കും 2 എണ്ണം വരുന്നത് റെഡും അല്ലെ? ലീഫും സ്പെയ്ഡും വരുന്നത് നമ്മുടെ ബ്ലാക്ക് കളറിലും ഹാർട്ടും ഡയമണ്ടും വരുന്നത് നമ്മുടെ റെഡ് കളറിലുമാണ് വരുന്നത്. ശരിയല്ലേ? അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന കാർഡ് ബ്ലാക്ക് കളർ ആവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് ലീഫ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് സ്പെയ്ഡ് ആയിരിക്കണം. ശരിയല്ലേ? ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. അപ്പൊ ലീഫ് എത്ര ഉള്ളത്? 13 എണ്ണാണുള്ളത്. സ്പെയ്ഡ് എത്ര ഉള്ളത്? 13 എണ്ണാണുള്ളത്. 13 + 13 എത്രയാണ്? 26 എത്രയോ 76 എണ്ണത്തിൽ ഏതോ ഒന്നാണ് എടുത്തിരിക്കുന്നത് അർത്ഥം. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എടുത്തിരിക്കുന്ന കാർഡ് കറുപ്പ് കളർ ആവണമെങ്കിൽ, ബ്ലാക്ക് കളർ ആവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് ലീഫ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് സ്പെയ്ഡ് ആയിരിക്കണം. ലീഫ് 13 എണ്ണാണുള്ളത്, സ്പെയ്ഡ് 13 എണ്ണാണുള്ളത്. ടോട്ടൽ എത്ര എണ്ണാണുള്ളത്? 52 എണ്ണം. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? 26/52 ആണ് പ്രോബബിലിറ്റി അല്ലെ? ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1/2 എന്ന് വരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? കാർഡിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാമല്ലോ. നോട്ട് എ ബ്ലാക്ക് കാർഡ്. നമ്മൾ നേരത്തെ ഡയമണ്ട് പഠിച്ചു, ഡയമണ്ട് നോട്ട് എ ഡയമണ്ട് പഠിച്ചു. ഇപ്പൊ നമ്മൾ ബ്ലാക്ക് പഠിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോട്ട് എ ബ്ലാക്ക് എന്നാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? 1ൽ നിന്നും 1/2 മൈനസ് ചെയ്താൽ പോരെ? നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 1 മൈനസ് 1/2 ചെയ്താൽ നോട്ട് എ ബ്ലാക്ക് കാർഡ് കിട്ടും. 1/2 എന്താണ്? ബ്ലാക്ക് കാർഡ് ആവാനുള്ള പ്രോബിലിറ്റി. ഇപ്പൊ നോട്ട് എ ബ്ലാക്ക് കാർഡ് പറയുമ്പോൾ 1ൽ നിന്നും 1/2 മൈനസ് ചെയ്തു. 1ൽ നിന്നും അര മൈനസ് ചെയ്ത് എന്താണ് ബാക്കി? ഹാഫ് അല്ലേ? അര തന്നെയല്ലേ? ഒരു ഭാഗത്തിൽ നിന്നും അര മൈനസ് ചെയ്ത് ബാക്കി വരാം അല്ലെ? അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആൻ ഏസ്, ഒരു ഏസ് ആവാൻ നമുക്ക് തന്നിരിക്കുന്ന കാർഡ് ഒരു ഏസ് ആവാനുള്ള പ്രോബബിലിറ്റി. ശരിയല്ലേ? ഏസ് നമുക്ക് എത്ര ഏസ് ഉള്ളത്? ഒരു ഡെക്ക് ഓഫ് കാർഡ്സിൽ 4 ഏസ് ആണ് ഉള്ളത്. ശരിയല്ലേ? അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഏസ് ആവണമെങ്കിൽ 4/52 ആയിരിക്കണം. ഈ 4 എണ്ണത്തിൽ ഏതോ ഒന്നല്ലേ എടുത്തിരിക്കുന്നത്. അപ്പൊ 4/52. നമുക്ക് ഉത്തരം ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഉത്തരം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്? 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഉത്തരം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1/13 ആണ് കിട്ടുക. 1/13. നിങ്ങളത് ക്യാൻസൽ ചെയ്യണം തന്നെ ഇല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത പോയിന്റ് വാല്യൂ എഴുതിയാൽ ഉത്തരം ശരി തന്നെയാണ്. ടീച്ചർമാർ തെറ്റിക്കൊന്നുമില്ല. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. 6ാമത്തെ സപ്പാത്തിലേക്ക്. 6ാമത്തെ ക്വസ്റ്റ്യൻ, നോട്ട് ആൻഡ് ഏസ്. ഇതേപോലെ തന്നെ നമ്മൾ നോട്ട് എ ഡയമണ്ട്, നോട്ട് എ ബ്ലാക്ക് കാർഡ് പറയുന്ന പോലെ തന്നെ നോട്ട് ആൻഡ് ഏസ്. ഏസ് ആവാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിച്ചു. ഏസ് ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്ത് ചെയ്താൽ മതി? 1 മൈനസ് 1/13 ചെയ്താൽ മതി. അപ്പൊ ഉത്തരം എന്ത് കിട്ടും? ഉത്തരം എന്താ കിട്ടുക? ക്രോസ് ചെയ്യൂ. 13 into 1 13 minus 1 into 1 1 divided by 13. 13 minus 1 എത്ര ഉത്തരം? 12. 12/13. 12/13 എന്ന ഫയലിൽ 12/13 നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഡെസിമൽ ആക്കി എഴുതുക, അല്ലെങ്കിൽ 12/13 എഴുതിയാലും മതി. ഓക്കെ? ഇങ്ങനെയാണ് നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. കാർഡ്, ഡൈസ്, കോയിൻ, അങ്ങനത്തെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സെക്കൻഡ് ഇയേഴ്സ് സേക്കാർക്ക് നിങ്ങൾക്ക് വൃത്തിയായിട്ട് അറിയാം, സേ പിള്ളേർക്ക് അറിയാം. സെക്കൻഡ് ഇയേഴ്സിലെ പ്രോബബിലിറ്റി ഫസ്റ്റ് ഇയേഴ്സിനെ പോലെ കാർഡിന് റെഡ് കളർ എടുത്തു, ഏസ് വന്നു, കിങ് വന്നു, ക്യൂന് വന്നു എന്നുള്ള ലെവലല്ല, കുറച്ച് ഹൈ ക്ലാസ് ആയിരിക്കും. സോ ഫസ്റ്റ് ഇയറിൽ തന്നെ പ്രോബബിലിറ്റിയെ കുറിച്ച് വളരെ വൃത്തിയായിട്ടൊന്ന് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്തിട്ട് വേണം സെക്കൻഡ് ഇയറിലേക്ക് കിടക്കാം കേട്ടോ. സേക്കാർക്ക് വളരെ വൃത്തിയായിട്ട് അറിയുന്നതാണ്. മാത്സ് സെക്കൻഡ് ഇയറിൽ കുറച്ച് കഷ്ടമാണ്, പഠിപ്പിക്കാൻ പറയുന്നതല്ല, ബട്ട് സ്റ്റിൽ സത്യം പറയണല്ലോ. പിന്നെ ഇവിടെ നിങ്ങളെ പറ്റിച്ചിട്ട് കാര്യമില്ല. സെക്കൻഡ് ഇയറിൽ LKG ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറ്റിച്ചിട്ട് നിങ്ങൾ പോകാം സെക്കൻഡ് ഇയറിലേക്ക് പോകുമ്പോൾ. ഓക്കെ, നിങ്ങളിപ്പോ കഴിയില്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോർമുല പറഞ്ഞു തരട്ടെ. സെറ്റ്സിൽ നമ്മൾ പഠിച്ചൊരു ഫോർമുല, അതേ ഫോർമുല തന്നെ നമ്മൾ പ്രോബബിലിറ്റിയിലും പഠിക്കാനുണ്ട്. സെറ്റ്സിൽ നമ്മൾ ഡിമോർഗൻസ് ലോ ഉണ്ട്. ഡിമോർഗൻസ് ലോ എന്ന് പറഞ്ഞ ഫോർമുല ഉണ്ട്. എന്താണ്? N of A union B is equal to N of A plus N of B minus N of A intersection B. ഇതാണ് ഡിമോർഗൻസ് ഇക്വേഷൻ എന്ന് പറയുന്ന സാധനം. ഇത് സെറ്റ്സിൽ ഇങ്ങനെയാണ് കേട്ടോ തരിക. സെറ്റ്സിൽ ഇങ്ങനെയാണ് തരിക. നമ്മുടെ സെറ്റ്സിൽ 4ാമത്തെ എക്സസൈസ്, എത്രാമത്തെ ലാസ്റ്റ് എക്സസൈസിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ഒരുപാട് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതേ സാധനം തന്നെ പ്രോബബിലിറ്റി നമുക്ക് ചെയ്യാൻ വരുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? P of A union B ആയി. പ്രോബബിലിറ്റി അല്ലേ? P of A union B is equal to P of A plus P of B minus P of A intersection B എന്നാവും.
ഇത് പ്രോബബിലിറ്റിയിലെ ഇത് സെറ്റ്സിലെ കേട്ടോ. രണ്ടും സെയിം. നമ്മൾ സെറ്റ്സ് വൃത്തിയായിട്ട് പഠിച്ചാൽ പ്രോബബിലിറ്റിയിൽ പി ആക്കി എഴുതാം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ക്വസ്റ്റിന്റെ ടൈപ്പ് ഓഫ് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ എന്തായാലും സെറ്റ്സിലെ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇവിടെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞു സെറ്റ്സിൽ നമ്മുടെ പ്രോബബിലിറ്റിയുടെ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അല്ല സെറ്റ്സിൽ ഇക്വേഷൻ പ്രോബബിലിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ സെറ്റ്സിൽ ഞാനൊരു ഇക്വേഷൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നില്ല, വിട്ടുപോയതാണ്, സോറി. ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്തുതരാം, നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാനും നമുക്ക് ചെയ്യാലോ, അറിയാത്ത പിള്ളേരുണ്ടെങ്കിലും. ഞാൻ ക്വസ്റ്റ്യൻ പറയുന്നത് ആദ്യം. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 400 പീപ്പിൾ, 400 ആൾക്കാർ അടങ്ങിയ ഒരു ഗ്രൂപ്പിൽ 250 ക്യാൻ സ്പീക്ക് ഹിന്ദി, 250 പേർക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റും. 200 can speak English, 200 പേർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. How many people can speak both Hindi and English? എത്ര പേർക്ക് ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കാൻ പറ്റും? അല്ലേ, അതല്ലേ നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്ന ഡാറ്റയൊക്കെ എഴുതാലോ. തന്നിരിക്കുന്ന ഡാറ്റ ഏതൊക്കെയാണ്? ടോട്ടൽ എത്ര പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? ടോട്ടൽ എത്ര പേരാണ്? 400 പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? ടോട്ടൽ 400 പേര്. അപ്പൊ എൻ ഓഫ് ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരും ഒരുമിച്ച് 400 പേരുണ്ട്. മനസ്സിലായോ? അതായത് എൻ ഓഫ് എച്ച് യൂണിയൻ ഇ ആണ് എന്തെന്ന് പറയുന്നത് 400. അതായത് ഹിന്ദി സംസാരിക്കുന്ന ആൾ എച്ച് എന്നും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾ ഇ എന്നും കൊടുത്തു. അപ്പൊ ടോട്ടലി എച്ച് യൂണിയൻ ഇ എന്താണ്? 400 പേരുണ്ട്. ഒന്നാമത്തെ ഡാറ്റ. രണ്ടാമത് തന്നിരിക്കുന്ന കാര്യം എന്താ? 250 പേർക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റും. 250 can speak ഹിന്ദി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എൻ ഓഫ് എച്ച് എത്രയാണ്? 250 ആണ്. മനസ്സിലായോ? ഓരോരോ ക്വസ്റ്റ്യൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വായിക്കുക, ഡാറ്റ എഴുതാതെ. 200 can speak English, 200 പേർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. N of E is equal to 200. ഇതാണ് തന്നിരിക്കുന്ന ഡാറ്റ, ഇതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി പീപ്പിൾ ക്യാൻ സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്, ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാർ. അപ്പൊ നിങ്ങൾ ഇതിനെ യൂണിയൻ എഴുതി, ഇതിന് നിങ്ങൾ എച്ചും ഇയും ആയിട്ട് കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്ന സാധനം നിങ്ങൾ എങ്ങനെ എഴുതും? എന്താ ചോദിച്ചിരിക്കുന്നത്? ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് എന്നല്ലേ? ബോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ബോത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇന്റർസെക്ഷൻ ആണ്, അല്ലേ? എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. ചോദ്യത്തിൽ ബോത്ത് എന്നാണ് തന്നിരിക്കുന്നത്. ബോത്ത് എന്ന് പറഞ്ഞ് എന്താ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്? ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം. ഓർ എന്ന് പറഞ്ഞ് എന്ത് കണ്ടുപിടിക്കണം? യൂണിയൻ കണ്ടുപിടിക്കണം. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? യൂണിയൻ കണ്ടുപിടിക്കണം. പിന്നെന്താ കണ്ടുപിടിക്കേണ്ടത്? ആൻഡ് എന്ന് പറഞ്ഞാലും ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ഫർദർ ടേംസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ, പറഞ്ഞുതരാം ഞാൻ. ഏതെങ്കിലും ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം. ഏതെങ്കിലും വിട്ടുപോയ ടേം, ഇനിയിപ്പോ ഇതല്ലാതെ വേറെ വല്ല ടേംസിന്റെ ക്വസ്റ്റ്യൻ കാണണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇവിടെ കണ്ടുപിടിക്കാൻ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി പീപ്പിൾ ക്യാൻ സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ബോത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്, ഇന്റർസെക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? നമുക്ക് ഇക്വേഷൻ എഴുതാലോ. ഏതെന്നെ കണ്ടുപിടിക്കണമെങ്കിലും ഒരേ ഇക്വേഷൻ ആണ്. സോ ഇക്വേഷൻ എഴുതാം. എൻ ഓഫ് എച്ച് യൂണിയൻ ഇ is equal to n of h plus n of e minus n of h intersection e. ഇതാണ് ഡിമോർഗൻസ് ലോ അല്ലെങ്കിൽ ഡിമോർഗൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ വളരെ വളരെ ഈസിയാണ്, സെറ്റ്സിൽ പഠിക്കാം, പ്രോബബിലിറ്റിയിൽ ഈ സാധനം ഉണ്ട്. ഓക്കെ, n of h union e ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കാലോ. 400 is equal to n of h ന്റെ വാല്യൂ 250 plus n of e ന്റെ വാല്യൂ 200 മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. സോ എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ എന്ന് തന്നെ എഴുതാം. മനസ്സിലായോ? ഇനി നമുക്ക് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് എഴുതാം. ഞാൻ ഈ മൈനസിൽ കിടക്കുന്ന എച്ച് ഇന്റർസെക്ഷൻ ഇ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരട്ടെ. അപ്പൊ എന്തായി? എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ ആയി, അല്ലെ? മൈനസിൽ കിടക്കുന്നതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇനി ഈ 400 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരട്ടെ. അപ്പൊ എന്താവും? മൈനസ് ആവും, അല്ലെ? ഇവിടെ പ്ലസ് 400 അങ്ങോട്ടേക്ക് മൈനസ് ആവില്ലേ? അപ്പൊ 250 പ്ലസ് 200 മൈനസ് 400 എന്നായി. ഓക്കെ, കാൽക്കുലേറ്റർ ഉണ്ടല്ലോ കയ്യില്, നിങ്ങൾ ചെയ്യുമല്ലോ. കാൽക്കുലേറ്ററിൽ വാല്യൂ നോക്കിയിട്ട് എന്താ ഫൈനൽ ആൻസർ എന്താ വരിക? 200 മൈനസ് 400 എത്രയാണ്? 200 മൈനസ് 400 മൈനസ് 200 ആണ്, ശരിയല്ലേ? അല്ലേ? 250 മൈനസ് 200 എത്രയാ? 50. 50 പേർക്കാണ് ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കാൻ പറ്റുക. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ വൃത്തിയായിട്ട് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. എപ്പോഴും ഇന്റർസെക്ഷൻ തന്നെ ചോദിക്കണം എന്നില്ല. എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് ഇക്വേഷൻ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാൽ പ്രോബബിലിറ്റിയിലാണെങ്കിലും സെറ്റ്സിലാണെങ്കിലും ആൻസർ ചെയ്യുന്നു വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഈ പാർട്ട് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇതിനകത്ത് സെറ്റ്സിൽ ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഡിസ്കസ് ചെയ്തു. നമ്മുടെ പ്രിൻസിപ്പിൾ നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പ്രോബബിലിറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലുള്ള എല്ലാ ഡൗട്ട്സ് ഒന്നും ഇല്ലാതെ എന്നെ കൊണ്ടാവുന്ന തരത്തിൽ ഞാൻ എല്ലാ ഇമ്പോർട്ടൻറ്റ്
ഫോർമുലാസും കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ കെമിസ്ട്രിയുടെ കേസിലും മാത്സിന്റെ കേസിലും ഞാൻ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പെക്ട് ചെയ്തിട്ട് പോവാ, സോ ദാറ്റ് ഇത് ഈസി ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആവും. ഈസി ആണ് ഈശ്വര എന്ന് പറഞ്ഞ് പോയിട്ട് ടഫ് ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് കമന്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ നമ്മുടെ ഇനി ഫർദർ പാർട്സ് വീഡിയോ ഉണ്ട്, എല്ലാ വീഡിയോസും കാണുക. എക്സാം വൃത്തിയായിട്ട് എഴുതാൻ നെക്സ്റ്റ് പാർട്ട് വീഡിയോ മിസ് ചെയ്യാതെ കാണുക. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസും ദയവ് ചെയ്ത് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.